റയലിനോട് വിട പറഞ്ഞ് കാർലോ ആൻസലോട്ടി ബ്രസീൽ കോച്ചായി അധികാരം ഏറ്റെടുത്തത് അങ്ങനെ വെറുതെ ഒന്നുമല്ല. ബ്രസീലിയൻ ടീമിനെ വീണ്ടും കളിയറിഞ്ഞ് കളിപ്പിക്കാൻ തന്നെയാണ്. ആൻസലോട്ടി അധികാരം ഏറ്റെടുത്തതോടെ ചിലരുടെ വാതിലുകൾ തുറക്കുകയും ചിലരുടെ വാതിലുകൾ അടയ്ക്കുകയും ചെയ്തിരുന്നു. ബ്രസീലിൽ അങ്ങോളം ഇങ്ങോളം ആൻസലോട്ടിയുടെ വരവ് എതിർപ്പുണ്ടായിരുന്നു. ബ്രസീൽ പ്രസിഡന്റ് ലുല ഡ സിൽവ അടക്കമുള്ളവർ പറഞ്ഞത് ഇങ്ങനെയാണ്: അയാൾ ഒരു വിദേശി എന്നതല്ല പ്രശ്നം. ദേശീയ ടീമിനെ മാറ്റിയെടുക്കാൻ കഴിവുള്ള നിരവധി പരിശീലകർ ഇപ്പോഴും നമ്മുടെ രാജ്യത്തിനകത്തുണ്ട്. പിന്നെ എന്തിനാണ് മറ്റൊരാൾക്ക് പുറകെ പോകണം? എന്നിരുന്നാലും ബ്രസീലിയൻ ആരാധകർ ഏറെ പ്രതീക്ഷയോടെയാണ് കാർലോ ആൻസലോട്ടിയുടെ വരവിനെ ഉറ്റുനോക്കുന്നത്. 5 തവണ UEFA ചാമ്പ്യൻസ് ലീഗും 3 തവണ ഫിഫ വേൾഡ് കപ്പും നേടിയ കാർലോ ആൻസലോട്ടി സ്വന്തം രാജ്യമായ ഇറ്റലിക്ക് വേണ്ടി പരിശീലനം ഇന്നേവരെ നൽകിയിട്ടില്ല, അല്ലെങ്കിൽ അതിനുവേണ്ടി ശ്രമിച്ചിട്ടുമില്ല. 2022 ലോകകപ്പിൽ ഇറ്റലി യോഗ്യതാ റൗണ്ട് പോലും കടന്നിട്ടില്ല. എന്തു തന്നെയായാലും കാർലോ ആൻസലോട്ടി മികച്ച പരിശീലകൻ തന്നെയാണ്. ഇൻഡിവിജ്വൽ പ്ലേ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന ബ്രസീലിയൻ പ്ലേയേഴ്സിനെ പരിശീലിപ്പിക്കാൻ, അതേ രീതിയിൽ പരിശീലിപ്പിക്കാൻ ഏറ്റവും മികച്ചത് കാർലോ ആൻസലോട്ടി അല്ലാതെ മറ്റാരും ഇല്ലെന്ന് തന്നെ വേണം പറയാൻ. ആൻസലോട്ടി ചാർജ് എടുത്ത ഉടനെ തന്നെ തന്റെ ടീമിനെ പ്രഖ്യാപിച്ചിരുന്നു. 2022 വേൾഡ് കപ്പ് കളിച്ച ബ്രസീൽ ടീമിലെ 11 താരങ്ങളെ ഉൾപ്പെടുത്തിയ ഒരു വൻ അഴിച്ചുപണിയെടുത്ത ടീമിനെ തന്നെ. അതിൽ ആരാധകരുടെ മനസ്സറിഞ്ഞൊരു നീക്കമുണ്ടായിരുന്നു. കസമിറോ, ആന്റണി, റിച്ചാർലിസൺ എന്നിവരുടെ വാതിൽ ആൻസലോട്ടി തുറന്നപ്പോൾ പരിക്കിന്റെ പിടിയിലായവർ പുറത്തേക്കും പോയിരുന്നു. അക്കൂട്ടത്തിൽ നെയ്മറുമുണ്ട്. കസമിറോയുടെ തിരിച്ചെത്തൽ ആരാധകരെ ആവേശത്തിലാഴ്ത്തുന്നു. മറ്റു ലീഗ് മത്സരങ്ങളിൽ കാണിക്കുന്ന മികവ് ഇനി രാജ്യത്തിന് വേണ്ടി കളിക്കുമെന്ന് പ്രത്യാശയോടെയാണ് ആരാധകർ ഉറ്റുനോക്കുന്നത്. യുണൈറ്റഡിന് വേണ്ടിയും ബ്രസീലിനു വേണ്ടിയും കളിക്കുമ്പോൾ ആരാധകരുടെ പരിഹാസങ്ങൾ ഏറെ കേട്ട വ്യക്തിയാണ് ആന്റണി. എന്നാൽ സ്പാനിഷ് മണ്ണിൽ ആന്റണിയുടെ പ്രകടനം ആരും പ്രവചിക്കാത്ത വിധമായിരുന്നു. റയൽ പോലും ആന്റണിയുടെ പ്രകടനത്തിൽ അടിപതറിയിരുന്നു. റിച്ചാർലിസനാകട്ടെ പരിക്കുകൾ മറികടന്ന് കറക്റ്റ് ടൈമിൽ തിരിച്ചെത്തി. ടോട്ടനാമിന് വേണ്ടി 24 മത്സരങ്ങൾ കളിച്ച് നിർണായക സമയത്ത് ഫിറ്റ്നസ് വീണ്ടെടുത്ത് യൂറോ കപ്പ് ഫൈനലിൽ വമ്പൻ പ്രകടനം കാഴ്ചവെച്ചിരുന്നു. ഒരു കാലത്ത് ലോകകപ്പ് നേടാൻ ഏറ്റവും സാധ്യതയുള്ള സംഘമെന്ന് പലരും വിശേഷിപ്പിച്ചിരുന്ന ടീമാണ് ബ്രസീൽ. എന്നാൽ അടുത്തിടെ ബ്രസീലിന്റെ പ്രകടനം നിരാശകൾ മാത്രമാണ് സമ്മാനിച്ചിരുന്നത്. പലകുറി പരിശീലകരെ മാറ്റി പരീക്ഷിച്ചിട്ടും ബ്രസീൽ ടീമിന്റെ തോൽവികളുടെ യഥാർത്ഥ പ്രശ്നം എന്താണെന്നും അത് പരിഹരിക്കാനും കഴിഞ്ഞിരുന്നില്ല. ആൻസലോട്ടിയുടെ വരവ് ഇനി ബ്രസീൽ അടപടലം മാറും, അല്ലെങ്കിൽ മാറ്റും. കുതന്ത്രശാലിയായ കാർലോ ആൻസലോട്ടി. എന്റെ കീഴിൽ വിനീഷ്യസ് എന്ന ബ്രസീലിയൻ സ്ട്രൈക്കറെയാണ് നിങ്ങൾ ഇനി കാണാൻ പോകുന്നത്. ഈ വർഷത്തെ മാഡ്രിഡിലെ പോലെയല്ല, മുൻ വർഷങ്ങളിലേതുപോലെയെന്ന് ആൻസലോട്ടി പറഞ്ഞത് വെറുതെ ഒന്നുമല്ല. കറുത്തവരെന്നും അടിമകളെന്നും വിളിക്കപ്പെട്ടവർ ലോകം കീഴടക്കിയ കഥ. ബ്രസീൽ അവർ തിരികെ വന്നിരിക്കും.